ചന്ദ്രനെ തേടി. പാൽനിലാവിൻ്റെ വക്ഷ്യത കൊണ്ടും വൃത്തിശയങ്ങളുടെ മാസ്മരികത കൊണ്ടും മനുഷ്യനെ എന്നും ഏറെ ആകർഷിച്ചിട്ടുള്ള ഗോളമാണ് ചന്ദ്രൻ. ഇച്ഛാശക്തിയുള്ള മനുഷ്യർ ആ ചന്ദ്രനെ കീഴടക്കി. ഒരിക്കലല്ല, 6 തവണ. 1969 ജൂലൈ 20 ഇന്ത്യൻ തീയതി 21 അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയായിരുന്ന നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തി. തുടർന്ന് വീണ്ടും 5 യാത്രകൾ. ഈ യാത്രകളുടെ ഒരു ഏകദേശ ചിത്രം നമുക്ക് ഈ വീഡിയോയിൽ ദർശിക്കാം. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ 11 ആണ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ചത്. അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ് ഇവരായിരുന്നു അപ്പോളോ 11 യാത്രികർ. ലിഫ്റ്റ് വഴി അവർ അപ്പോളോ 11 കയറുന്ന ദൃശ്യമാണ് നാം ഇപ്പോൾ കാണുന്നത്. 110 മീറ്റർ ഉയരമുള്ള അതിശക്തമായ സാറ്റേൺ 5 റോക്കറ്റ് ആണ് അപ്പോളോ 11 വിക്ഷേപിക്കാൻ ഉപയോഗപ്പെടുത്തിയത്. 1969 ജൂലൈ മാസം 16 തീയതി ഇന്ത്യൻ സമയം രാത്രി 7:02 അമേരിക്കയിലെ കെന്നഡീസ് സ്പേസ് സെന്ററിൽ നിന്നും 3200 ടൺ ഭാരവും വഹിച്ചുകൊണ്ട് അപ്പോളോ 11 കുതിച്ചുയർന്നു. ഒരു വൻ ജനാവലി ഈ യാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചു. നാസയുടെ മിഷൻ കൺട്രോൾ സെന്ററിൽ ഇരുന്നുകൊണ്ട് 100 കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഈ യാത്രയെ നിയന്ത്രിച്ചു. ഘട്ടം ഘട്ടമായി ഉയർത്തപ്പെട്ട അപ്പോളോ 11 ഗതിവേഗത ഇപ്പോൾ മണിക്കൂറിൽ 40,000 കിലോമീറ്ററാണ്. ചന്ദ്രന്റെ ആകർഷണ പരിധിയിൽ എത്തിയപ്പോൾ റിട്രോ റോക്കറ്റുകൾ കത്തിച്ചുകൊണ്ട് വാഹനത്തിന്റെ വേഗത ഗണ്യമായി കുറച്ചു. ലൂണാർ മൊഡ്യൂൾ, കമാൻഡ് മൊഡ്യൂൾ എന്നീ ഭാഗങ്ങൾ ചേർന്നതാണ് അപ്പോളോ വാഹനം. ലൂണാർ മൊഡ്യൂൾ ചന്ദ്രവാഹനമാണ്. യാത്രക്കാർക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള പ്രധാന വാഹനമാണ് കമാൻഡ് മൊഡ്യൂൾ. ചന്ദ്രന്റെ 1067 കിലോമീറ്റർ അടുത്തെത്തിയപ്പോൾ ആംസ്ട്രോങ്ങും ആൽഡ്രിനും ഈഗിൾ എന്ന് പേരിട്ട ലൂണാർ മൊഡ്യൂളിലേക്ക് മാറിക്കയറി. ലൂണാർ മൊഡ്യൂൾ അവരെയും വഹിച്ചുകൊണ്ട് ചന്ദ്രനിലേക്ക് പറന്നു. അപ്പോളോ 11 യാത്രികർക്ക് കാണാൻ സാധിച്ച ചന്ദ്രന്റെയും ഭൂമിയുടെയും ഒന്നിച്ചുള്ള ദൃശ്യമാണിത്. അകലെ ചന്ദ്രക്കല പോലെ കാണുന്നത് ഭൂമിയാണ്. ചിറകുവിടർത്തിയ ഒരു കഴുകനെ പോലെ ഈഗിൾ ചന്ദ്രനെ സമീപിക്കുകയാണ്. യാത്രികർ ചന്ദ്രന്റെ സമീപം എത്തിക്കഴിഞ്ഞു. ചന്ദ്രോപരിതലം മുഴുവൻ പൊടി മൂടിക്കിടക്കുകയാണ്. റിഗോലിത്ത് എന്നാണ് ഈ പൊടിയുടെ പേര്. ചന്ദ്രോപരിതലത്തിലെ ഒരു ഗർത്തമാണിത്. ചെറുതും വലുതുമായ ഇത്തരം നിരവധി ഗർത്തങ്ങൾ ചന്ദ്രനിലുണ്ട്. ബഹിരാകാശത്തു നിന്നും ഉൽക്ക വീണുണ്ടായവയാണിവ. ഒട്ടേറെ പർവ്വതങ്ങളുമുണ്ട്. ചന്ദ്രനിൽ ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനെ സ്പർശിക്കുന്ന അനർഘ നിമിഷവും കാത്ത് കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുകയാണ് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ. ആ ചരിത്ര മുഹൂർത്തം എത്തിക്കഴിഞ്ഞു. മനുഷ്യന്റെ ഒരു കാൽവെപ്പ്, മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടം. ആംസ്ട്രോങ്ങിന്റെ വാക്കുകൾ അനശ്വരങ്ങളായി. ഈ അത്ഭുതരംഗം നാസയുടെ മിഷൻ കൺട്രോൾ സെന്ററിലെ സജ്ജീകരിച്ച ടെലിവിഷൻ സ്ക്രീനിലും ലഭ്യമായി. ലൂണാർ മൊഡ്യൂളിലെ ബന്ധിച്ച ഒരു കയറിൽ പിടിച്ചുകൊണ്ട് വാഹനത്തിന്റെ നിഴലുകളിലൂടെ ആംസ്ട്രോങ് പതുക്കെ പതുക്കെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ഒരു അന്യഗോളത്തിലൂടെ ആദ്യമായി നടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആംസ്ട്രോങ് ഇപ്പോൾ ചന്ദ്രനിൽ നിന്നും മണ്ണ് ശേഖരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ നോക്കൂ. സ്പേസ് സ്യൂട്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. ചന്ദ്രനിലെ ആത്യന്തികമായ ഊഷ്മാവിനെയും റേഡിയോ രശ്മികൾ മൂലം ഉണ്ടാകുന്ന അപകടത്തെയും പ്രതിരോധിക്കാനുള്ള സംവിധാനമാണിത്. ഭൂമിയുമായി ബന്ധപ്പെടാനുള്ള വാർത്താവിനിമയ ഉപകരണങ്ങളും സ്പേസ് സ്യൂട്ടിന്റെ ഹെൽമെറ്റിൽ ഉണ്ട്. ചന്ദ്രനിൽ വായു ഇല്ലാത്തതിനാൽ ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ ഭൂമിയിൽ നിന്നും കൊണ്ടുപോയിട്ട് വേണം ആംസ്ട്രോങ്ങിന്റെ മുതുകിൽ വെക്കാൻ. ആ കാണുന്ന ഭാണ്ഡം ഓക്സിജൻ സിലിണ്ടർ ആണ്.
ഇതിൻ്റെ ഭാരം കാരണം കുനിഞ്ഞു നിന്നാൽ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിവർന്നു നിന്ന് പ്രയാസപ്പെട്ട് മണ്ണ് ശേഖരിക്കുന്നത്. ഈ സമയം അത്രയും ലൂണാർ മൊഡ്യൂളിൻ്റെ ഉള്ളിൽ തന്നെ കഴിയുകയായിരുന്നു ആഡ്രിൻ. ഇപ്പോൾ അദ്ദേഹത്തിന് പുറത്തിറങ്ങാനുള്ള സമയമായി. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കിൾ കോളിൻസ്, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ എന്നിവർ ഒപ്പിട്ട സമാധാനത്തിന്റെ സന്ദേശം അടങ്ങിയ ഫലകം അവർ ചന്ദ്രനിൽ സ്ഥാപിച്ചു. അമേരിക്കൻ പതാക സ്ഥാപിച്ചു. അതിനെ സല്യൂട്ട് ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആംസ്ട്രോങ്ങിന്റെയും ആൾഡ്രിന്റെയും ചന്ദ്രനിലെ പ്രകടനങ്ങൾ പ്രത്യേകം സജീവമാക്കിയ ഒരു ടെലിവിഷൻ സ്ക്രീനിൽ കണ്ടുകൊണ്ട് അവരോട് ടെലിഫോണിൽ സംസാരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ദൂരത്തേക്കുള്ള ഫോൺ വിളിയാണിത്. 2 മണിക്കൂർ സമയം ചന്ദ്രനിൽ ചെലവഴിച്ച ശേഷം ആംസ്ട്രോങ്ങും ആൾഡ്രിനും ലൂണാർ മൊഡ്യൂളിൽ തിരിച്ചു കയറി. ലൂണാർ മൊഡ്യൂൾ അവരെയും കൊണ്ട് കമാൻഡ് മൊഡ്യൂളിനെ ലക്ഷ്യമാക്കി പറന്നു. ലൂണാർ മൊഡ്യൂൾ കമാൻഡ് മൊഡ്യൂളുമായി സന്ധിച്ചു. ആംസ്ട്രോങ്ങും ആൾഡ്രിനും കമാൻഡ് മൊഡ്യൂളിലേക്ക് മാറിക്കയറി. ലൂണാർ മൊഡ്യൂളിനെ ചന്ദ്രാപരിതലത്തിലേക്ക് ഉപേക്ഷിച്ചു. കമാൻഡ് മൊഡ്യൂൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഭൂമിയുടെ 16 കിലോമീറ്റർ മുകളിൽ എത്തിയപ്പോൾ കമാൻഡ് മൊഡ്യൂളിൽ നിന്നും നിവർന്ന പാരച്യൂട്ടിൽ സഹായത്തോടെ അവർ സുരക്ഷിതമായി പസഫിക് സമുദ്രത്തിൽ ഇറങ്ങി. ഹെലികോപ്റ്ററും കപ്പലും സുരക്ഷാ സേവനയും അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഹെലികോപ്റ്റർ അവരെ രക്ഷിച്ച് ഹോർനെറ്റ് എന്ന കപ്പലിൽ എത്തിച്ചു. അമേരിക്കൻ പൗരാവലി ഹർഷവരത്തോടെ അവരെ സ്വീകരിച്ചു. ഈ 3 യാത്രികരെയും സമഗ്രമായ വൈദ്യശാസ്ത്രജ്ഞ പരിശോധനക്കായി 3 ആഴ്ചക്കാലം മാറ്റിപ്പാർപ്പിച്ചു. ആദ്യത്തെ 3 അപ്പോളോ യാത്രികരെയും ഇതുപോലെ ക്വാറന്റൈൻ വിധേയമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ നേരിട്ട് എത്തി അവർക്ക് അനുമോദനങ്ങൾ നേർന്നു. ഇത് ആദ്യ ചന്ദ്രയാത്രികരുടെ 40 വർഷം മുമ്പത്തെ ചിത്രം ആണ്. ഇവർ പകർത്തിയ ചന്ദ്ര ദൃശ്യമാണിവ. അപ്പോളോ 11, 12, 14, 15, 16, 17 എന്നീ യാത്രകളിലായി മൊത്തം 12 മനുഷ്യർ ചന്ദ്രനിൽ കാലുകുത്തി. എല്ലാവരും ചന്ദ്രന്റെ മണ്ണിൽ അമേരിക്കൻ പതാക സ്ഥാപിച്ചു. അപ്പോളോ 15, 16, 17 എന്നിവയിലെ യാത്രികർ ലൂണാർ റോവർ എന്ന ജീപ്പ് ചന്ദ്രനിൽ ഓടിച്ചു. മനുഷ്യനെ അവസാനമായി ചന്ദ്രനിൽ എത്തിച്ച അപ്പോളോ 17 1972 ഡിസംബർ 6 കുതിച്ചുയർന്നു. ചന്ദ്രനിൽ കാലുകുത്തിയ ഏക ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഹാരിസൺ സ്മിത്തും ചന്ദ്രന്റെ മണ്ണിൽ അവസാനം നടന്ന മനുഷ്യൻ എന്ന ഖ്യാതി നേടിയ യൂജിൻ സെർനാനും അപ്പോളോ 17 യാത്രികരായിരുന്നു. നിരവധി ഉപകരണങ്ങൾ 2 യാത്രക്കാരും ചേർന്ന് ചന്ദ്രോപരിതലത്തിൽ സ്ഥാപിച്ചു. 3 ദിവസവും 3 മണിക്കൂറും 1 മിനിറ്റും അവർ ചന്ദ്രോപരിതലത്തിൽ ചെലവഴിച്ചു. ലൂണാർ റോവറിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്തു. കൂടുതൽ മണ്ണും പാറകളും ശേഖരിച്ചു. ഡിസംബർ 19 അവർ പസഫിക് സമുദ്രത്തിൽ വന്നിറങ്ങിയതോടെ മനുഷ്യന്റെ ഇന്നേ വരെയുള്ള എല്ലാ ചന്ദ്രയാത്രകളും അവസാനിച്ചു. മനുഷ്യൻ ചന്ദ്രനിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള 379.5 കിലോഗ്രാം പാറക്കല്ലുകളും മണ്ണുമാണ് മനുഷ്യന്റെ ചന്ദ്രയാത്രയുടെ ഏറ്റവും വലിയ തെളിവുകൾ. ഇന്ത്യ അടക്കം 150-ൽ അധികം വിദേശ രാജ്യങ്ങളിലേക്ക് അമേരിക്ക ഈ സാമ്പിളുകൾ കൈമാറിയിട്ടുണ്ട്. ഇന്നും ശാസ്ത്രജ്ഞന്മാർ ഈ സാമ്പിളുകളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു.